പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പല നേതാക്കളും പറയുക ശശി തരൂർ ആയിരിക്കുമെന്നായിരിക്കും. നെഹ്റു കുടുംബത്തെ വിമർശിച്ച തരൂരിനെതിരെ ഇപ്പോൾ നടപടി വേണമെന്ന ആവശ്യവുമായി ദേശീയ സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. നടപടി എടുക്കുകയാണെങ്കിൽ അത് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നേ വേണമെന്നാണ് ആവശ്യം. തരൂരിന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ ദേശീയ നേതൃത്വം. PR പ്രവീണയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകാനായുള്ളത്. പ്രവീണ, ഈ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ആ പാർട്ടി സഹിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ആകുന്ന ആ സർവേ ഈ ശശി തരൂർ ഷെയർ ചെയ്തതിൽ പോലും ഒരു വലിയ പ്രതികരണമൊന്നും നടത്തണ്ട, തരൂർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ എന്ന നിലപാടിലൊക്കെ ആയിരുന്നു നേതൃത്വമൊക്കെ. പക്ഷേ ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പല മനുഷ്യർക്കും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും. പക്ഷെ അത് ശശി തരൂർ പറയുന്നതാണ്, ആ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് ആ പാർട്ടിയെക്കുറിച്ച് പറയുന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകകരം. അത് പാർട്ടിയെ സംബന്ധിച്ച് പലർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. നിലവിലെ നേതാക്കളുടെ നീക്കം എങ്ങനെയാണ്? ശശി തരൂർ ഒരു എഴുത്തുകാരൻ ഒക്കെയാണ്, ലോകം അറിയപ്പെടുന്ന ഒരാളാണ്. ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ MP ആണ് എന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ പരാമർശവും പരാതിയും. അത് മറന്നുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ പലപ്പോഴും വെട്ടിലാക്കുകയാണ്. BJPക്ക് പലപ്പോഴും തിരിച്ചടിക്കാൻ ആയുധം നൽകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും വിലയിരുത്തലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ തരൂരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരുപറ്റം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ സംസ്ഥാന നേതൃത്വവുമുണ്ട്, അതുപോലെ തന്നെ ദേശീയ നേതാക്കളുമുണ്ട്. നെഹ്റു കുടുംബത്തെയാണ് ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധി അടക്കം രൂക്ഷമായി വിമർശിച്ച് അദ്ദേഹം ലേഖനം എഴുതിയത്. ഇതിൽ ദേശീയ നേതൃത്വം കടുത്ത എതിർപ്പിലാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ അത് തരൂരിന് പുറത്തേക്കുള്ള വഴി തുറക്കുന്നതാകുമോ, അത് BJPക്ക് അനുകൂലമാകുമോ എന്നൊക്കെയുള്ള ചിന്ത ഇപ്പോഴും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പം കൂടി പാർട്ടിക്കുള്ളിലുണ്ട്. എന്തായാലും പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് താക്കീതെങ്കിലും നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാര് എന്നുള്ള ഒരു സർവേ ഫലം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതിൽ വലിയ പ്രതികരണം വേണ്ട എന്ന് കരുതിയിരുന്നെങ്കിലും പല നേതാക്കളും അതിനെതിരെ പ്രതികരിച്ചു. അതൊരു കുക്ഡ് സർവേ ആണ്. വ്യക്തമാണ്, പറഞ്ഞതുപോലെ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ആ പാർട്ടി, ആ നേതാക്കളൊക്കെ സഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും തരൂരിനെ ഒരു താക്കീതുമില്ലാതെ ഇങ്ങനെ വിടുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. നമുക്കറിയാം UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം അവർക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന്. ആ ഘട്ടത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രതികരണം നടത്തി പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ വെട്ടിലാക്കുമോ തരൂർ എന്നൊരു ഭയം കൂടി നേതാക്കൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.